ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ വീണ്ടും വന്നു കേട്ടോ. അപ്പോൾ ഇന്ന് അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നത്. അപ്പോൾ അവിയൽ വെക്കാനായിട്ട് നിങ്ങൾക്ക് ആർക്കും ഒരു സംശയവും ഇല്ലയെന്ന് എനിക്കറിയാം. പക്ഷേ എങ്കിലും നമ്മുടെ ഓണം സദ്യയുടെ സീരീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിയലും കൂടി നിങ്ങളെ പരിചയപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് അവിയൽ വെക്കാൻ അറിയാത്തവരായിട്ട് ആരും തന്നെ കാണില്ല. മൺചട്ടിയാണ് കേട്ടോ ഞാൻ അവിയൽ ഉണ്ടാക്കാനായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഈ കക്ഷ്യങ്ങളെല്ലാം വെള്ളത്തിലിട്ടിട്ട് പിന്നെ 4-5 പച്ചമുളകും ഒരു വലിയ സവാളയും ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുകയാണ് കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും കഷ്ണങ്ങളെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. കുറച്ച് വെള്ളവും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് വറ്റി കിട്ടട്ടെ. അപ്പോൾ അവിയലിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. 2 പിടി തേങ്ങയാണ് കേട്ടോ ഞാൻ നമ്മുടെ അവിയലിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു 4-5 വെളുത്തുള്ളിയും പിന്നെ 1/4 ടീസ്പൂൺ ജീരകം, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി ഇച്ചിരി വെള്ളവും കൂടെ ചേർത്ത് അരച്ചെടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങ് ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട കാര്യമില്ല. കുറച്ചൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അരപ്പ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കക്ഷ്യങ്ങളിലെല്ലാം അരപ്പ് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. അരപ്പിട്ട് ഒന്നും കൂടി അത് അടച്ച് വെച്ച് വേവിച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കുമ്പോഴത്തേക്കും അവിയൽ റെഡി ആയിട്ടുണ്ട്. പിന്നെ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്നും കൂടി അടച്ച് വെച്ച് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് നമുക്ക് അത് വാങ്ങി വയ്ക്കാം. അവിയലിന് താളിച്ചൊഴിക്കേണ്ട കാര്യമില്ല കേട്ടോ. പച്ച വെളിച്ചെണ്ണ തന്നെയാണ് നമ്മുടെ അവിയലിന് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കറിവേപ്പിലിൻ്റെ തണ്ടും കൂടി നമുക്ക് അതിനകത്ത് ഇട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വിളമ്പുന്ന ടൈമിൽ നമ്മുടെ അടച്ച് വെച്ചിരിക്കുന്ന അടപ്പ് ഒന്ന് എടുത്ത് മാറ്റുമ്പോൾ നല്ല മണമാണ് കേട്ടോ. അതേപോലെ അതിലേറെ ടേസ്റ്റ്. അങ്ങനെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഓണം സീരീസിൻ്റെ 6ാമത്തെ വിഭവമാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കിയത്. അപ്പം നാളെ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.